സർ, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം ഇരു പാർട്ടികളെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു പ്രത്യേകത എന്നുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ വോട്ടിംഗ് നടക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു മതവർഗീയ പാർട്ടി എന്ന് LDF പറയുമ്പോഴും UDF ഈ ഒരു വോട്ടിംഗ് എത്രമാത്രം ബാധിക്കും? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. തീർച്ചയായിട്ടും ഇത് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു വിശ്വാസം ഈ തെരഞ്ഞെടുപ്പോടുകൂടി LDFൻ്റെ മരണമണി മുഴങ്ങുമെന്നാണ്. അവരുടെ കൗണ്ട് ഡൗൺ ആരംഭിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന UDFൻ്റെ വിജയം യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിയൊഴുക്കുകളാണ് ഇപ്പം സവിശേഷ ചർച്ചയായിട്ടുള്ളത്. ഇവിടെ ജാതിമത കണക്കുകൾ വെച്ച് നമുക്കങ്ങനെ വിലയിരുത്തുന്ന പറ്റിയ സ്ഥലമല്ല. നിലമ്പൂർ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അതേസമയം CPMൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് കുഞ്ഞാലി ജയിച്ചിട്ടുണ്ട്. CPM പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിട്ട് TKMC ജയിച്ചിട്ടുണ്ട്. 2 തവണ CPM പിന്തുണയുള്ള അൻവർ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മാത്രം കുത്തകയാണെന്ന് പറയാൻ പറ്റില്ല. ആര്യാടൻ മുഹമ്മദ് തന്നെ തോറ്റിട്ടുണ്ട്. അപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു പ്രസ്റ്റീജ് സീറ്റായിരുന്ന അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ആരുടെയെങ്കിലും ഒരു സുരക്ഷിത സീറ്റാണെന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല. കാരണം ചരിത്രം അങ്ങനെയാണ് മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും LDF പരാജയപ്പെടും, UDF ജയിക്കും എന്ന് ഓർപ്പിച്ച് പറയാം. സർ, എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, കാരണം ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം വരുമ്പോഴും കുറേയൊക്കെ UDFന് അവിടെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഓപ്പോസിറ്റ്. ഇപ്പോൾ LDFിലേക്ക് വരികയാണെങ്കിൽ PDP അവിടെ അവരുടെ സൈഡിലേക്ക് ചേർന്നപ്പോൾ 2 ഈക്വലായി മാറി. പക്ഷേ ഇതിനിടയിൽ ME ഗോവിന്ദൻ്റെ ചില നിലപാടുകളില്ലാത്ത ചില നിലപാടുകളും LDFനെ അവിടെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല, ഇനിയുള്ള തെരഞ്ഞെടുപ്പിനെയും ബാധിക്കാൻ സാധ്യതയില്ല. കാരണം CPMനകത്ത് തന്നെ ഒരു വല്ലാത്ത ഒരു വിമർശനം അതിൽ ഉയർന്നിരിക്കുകയാണ്. അതായത് വർഗീയ കക്ഷികളോടുള്ള ബന്ധം ചരിത്ര വസ്തുതയാണ്. ചരിത്രത്തിൽ മായം ചേർക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധം, PDP ആയിട്ടുള്ള ബന്ധം ആർക്കൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ചരിത്ര വസ്തുതയല്ലേ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ പോലും സിമി അവരുടെ ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു. ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമി ഇയാളുടെ സിമി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിരുന്നു. സിമി നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ആ നിരോധിക്കപ്പെട്ട സംഘടനയുടെ നേതാവായിരുന്നു KT ജലീൽ. ആ KT ജലീൽ കുറച്ചാലത്ത് മുസ്ലിം ലീഗിൽ ചേർന്നെങ്കിൽ പോലും ആ KT ജലീലിന് 4 തവണ MLA ആക്കുകയും മന്ത്രിയാക്കുകയും വിദ്യാഭ്യാസ മന്ത്രിയാക്കുകയും ചെയ്ത പാർട്ടിയാണ് CPM. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങളോട് യോജിപ്പ് ഇല്ല എന്ന് ഇപ്പോൾ പറയുമ്പോഴും ഒരു ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സൗകര്യങ്ങൾ സ്വീകരിച്ചവരാണ്. നമുക്കറിയാം പണ്ട് ജമാഅത്ത് ഇസ്ലാമി എങ്ങനെയാണ് വോട്ട് പിടിച്ചിരുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ 95 മത്സരിച്ചു, 34 വർഷം മുമ്പാണ്. അന്ന് ആഭ്യന്തരമന്ത്രി TK രാമകൃഷ്ണനാണ് എൻ്റെ എതിരാളി. അപ്പോൾ TK രാമകൃഷ്ണൻ ജമാഅത്ത് ഇസ്ലാമി വോട്ട് ചെയ്തു. TK രാമകൃഷ്ണൻ മാത്രമല്ല, RSSന് വോട്ടും കിട്ടി. 2 വർഗീയതയും ഒരുപോലെ തലോലിക്കാൻ TK രാമകൃഷ്ണൻ സാധിച്ചുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. ഞാൻ തോറ്റത് 2000 വോട്ടിനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ഒന്ന് നോക്കും, ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ, ആശയങ്ങളിൽ, മൂല്യങ്ങളിൽ വിശ്വാസമുണ്ടെന്ന് എഴുതി തന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യാം. ഞാൻ എഴുതി കൊടുത്തില്ല. എഴുതി കൊടുക്കുന്നവരെ എല്ലാവരാക്കി. ഏറ്റവും കൂടുതൽ ആൾ എഴുതി കൊടുത്താരാ? CPMകാരാണ്. അവരങ്ങനെ പിന്താണിച്ചിട്ടുണ്ട്. ഇത് 2091 93 ആയപ്പോഴത്തേക്കൊണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അന്ന് അതിൻ്റെ ഉത്തരവാദി നരസിംഹറാവുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം പ്രീണന നയമാണ് EMS ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? അതായത് നമ്മുടെ അബ്ദുൾ നാസർ മദനി എന്ന് പറയുന്ന ആൾ ആദ്യം അദ്ദേഹം PDP അല്ല ഉണ്ടാക്കിയത്, ISS, ഇസ്ലാമിക് സ്വയം സേവക് സംഘ്, RSSന് ബദൽ. ആ സമയത്ത് CPM പരസ്യമായി തന്നെ വർഗീയ വിഷം ചൊല്ലുത്തുന്ന വമിക്കുന്ന പ്രസംഗങ്ങളാണ് നടത്തിയത്. അപ്പോഴും ഈ പറയുന്ന PDPയുടെ, പിന്നീട് PDP ആയെങ്കിലും മദനിയുമായി ഒരു ബന്ധം സ്ഥാപിച്ചിരുന്നു. മദനിയുമായി ബന്ധം സ്ഥാപിക്കുക മാത്രമല്ല, ഒരു വലിയ ദേശാമാല എഴുതിയ ലേഖനത്തിൽ പ്രസംഗങ്ങളിലും ഒക്കെ മദനിയെ കുറിച്ച് പറയുമ്പോൾ, അതായത് അന്നത്തെ
ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് നയം കൊണ്ടാണ് ബാബറി മസ്ജിദ് പൊളിച്ചത് പറയുമ്പോൾ ഫാസിസത്തിനെതിരെയുള്ള മുന്നേറ്റം എന്ന് പറയുന്ന യോഗത്തിൽ TMS തന്നെ എന്താ പറഞ്ഞത്? മദനിയും മഹാത്മാഗാന്ധിയും മതമൗലികവാദികളാണ്. അദ്ദേഹം എഴുതിയപ്പോൾ വിശദീകരിച്ചു. അതായത് തിലകനും ഗാന്ധിയുമൊക്കെ സനാതന ഹിന്ദുക്കൾ എന്ന നിലയിൽ ഹിന്ദുത്വത്തിൻ്റെ പ്രവചനങ്ങളാണ്. അതേസമയം മുസ്ലിം മതമൗലികവാദത്തിൻ്റെ ആളുകളാണ് മദനിയും വിട്ടുമൊക്കെ. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് മദനിയെ വെള്ളപൂശാൻ വേണ്ടി ന്യായീകരിച്ചു. 93 ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഒറ്റപ്പാലത്ത്. നമ്മുടെ ഉപരാഷ്ട്രപതിയായി KR നാരായണൻ രാജിവെച്ചപ്പോൾ ഒറ്റപ്പാലത്ത് നടന്നു ഇലക്ഷനിൽ. കോൺഗ്രസ് ധൈര്യമായിട്ട് തോറ്റു. അന്ന് മദനി ആർക്ക് വേണ്ടി നിന്നു? CPM വേണ്ടി. ജമാഅത്ത് ഇസ്ലാമിയും അന്ന് CPM നിന്നു. അതുവരെയും മൂല്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുന്ന വന്ന് ജമാഅത്ത് ഇസ്ലാമിൽ നിന്നും. അതുകൊണ്ടാണ് തോറ്റത്. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നമ്മുടെ ഗുരുവായൂരിൽ. PT കോൺഗ്രസ് ജയിച്ചു. അപ്പോഴും PDPയും ജമാഅത്ത് ഇസ്ലാമിയും പിന്തുണച്ചത് ആരെയാണ്? CPM-നെയാണ്. 96 ഇലക്ഷൻ നടന്നപ്പോൾ അന്ന് AK ആന്റണിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ആ സമയത്ത് 96 പരസ്യമായി PDPയും ജമാഅത്ത് ഇസ്ലാമി ആരെ പിന്തുണച്ചു? CPM-നെ പിന്തുണച്ചു. മാത്രമല്ല ദേശാഭിമാനി ഇവരുടെ പിന്തുണ മഹത്തരമാണെന്ന് വാഴ്ത്തുന്ന ഒരു മുഖലേഖനം എഴുതി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ഘട്ടത്തിലും PDP ആരെ സഹായിച്ചു. 96 മുതൽ 20 വർഷം തുടർച്ചയായിട്ട് ജമാഅത്ത് ഇസ്ലാമി CPM-നെ പിന്തുണച്ചു. ആ സന്ദർഭത്തിൽ ഇതിലൊന്നും ഇവർക്ക് പ്രശ്നമായിരുന്നില്ല. ഇപ്പം പലപ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ഈ ഇഫ്താർ വിരുന്ന് നടത്തും. ഞാനും ഇഫ്താർ വീട്ടിൽ പോയിട്ടുണ്ട്, അവരുടെ മീറ്റിങ്ങുകളിലും പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ നയത്തോടൊന്നും ചോദിച്ചുകൊണ്ടല്ല പോയിട്ടുള്ളത്. അവരുടെ ഈ ഇസ്ലാമിക തീവ്രവാദം ഉപേക്ഷിച്ച് വന്നാൽ അവരോട് സഹകരിക്കാൻ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് അന്നും ഇന്നും എനിക്കുള്ളത്. പക്ഷേ ഇഫ്താർ പാർട്ടികൾ ചെല്ലുമ്പോൾ അവിടെ MA ബേബി ഉണ്ട്, EP ജയരാജനുണ്ട്, MG കുമാറുണ്ട്, CPM നേതാക്കന്മാർ മുഴുവൻ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില നയങ്ങൾ മാറ്റുവാണെങ്കിൽ അവരോട് യോജിച്ചു പോകുന്നത് തെറ്റില്ല എന്ന് സാർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ME ഗോവിന്ദൻ ഇടയ്ക്കൊരു പരാമർശം നടത്തിയിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നിലപാടുകൾ മാറ്റാനുള്ളതല്ലേ എന്നൊരു പരാമർശം. അതല്ല ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിലല്ല. ME ഗോവിന്ദൻ പറയുന്ന നിലപാടല്ല പറയുന്നത്. ഒരു വർഗീയ കക്ഷി ഞങ്ങൾ വർഗീയതയിൽ നിന്നും പിന്മാറുന്നു, അത് രാജ്യത്തിന് ആപത്താണ് എന്ന് സ്വയം മനസ്സിലാക്കി ആത്മപരിശോധനയിലൂടെ തെറ്റിദ്ധരിച്ചാൽ അവരെ സ്വാഗതം ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതായത് കാരണം വർഗീയത ഇല്ലാതാക്കുന്നതിനുള്ള പോരാട്ടത്തിൽ വർഗീയവാദികൾ അവരെ അതിൽ നിന്ന് മാനസാന്തരപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം കൂടി മതകക്ഷികൾക്കുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ അനുകൂലിക്കുന്നു. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയും CPM തമ്മിൽ തെറ്റാനുള്ള കാരണം എന്താ? ഗോവിന്ദൻ പറഞ്ഞൊന്നുമല്ല. തെറ്റാനുള്ള കാരണം എനിക്കറിയാം. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ 2 ഗ്രൂപ്പുകൾ വന്നു. അച്യുതാനന്ദൻ ഗ്രൂപ്പും പിണറായി വിജയൻ ഗ്രൂപ്പും. ആദ്യം അച്യുതാനന്ദൻ ഗ്രൂപ്പായിരുന്നു. മലപ്പുറം സമ്മേളനം 2005 നടന്നപ്പോൾ അച്യുതാനന്ദൻ പിണറായിയെ മാറ്റാൻ ശ്രമിച്ചു. ആ സമയത്ത് മാധ്യമം പത്രവും മറ്റുമൊക്കെ പരസ്യമായി തന്നെ അച്യുതാനന്ദനെ പിന്തുണച്ചു. അച്യുതാനന്ദന് അനുകൂലമായ നിലപാടാണ് എപ്പോഴും സ്വീകരിച്ചത്. അത് പിണറായി വിജയനെ ശുഭദിനാക്കിയെന്നോ വേദനിപ്പിച്ചെന്നോ പറയാം. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് മാധ്യമം പത്രം എഴുതി അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. പക്ഷെ അതുവരെയും പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇഫ്താർ പാർട്ടി നടത്തിയപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളെയും പിണറായി വിജയൻ വിളിച്ചു, ഈ ജമാഅത്ത് ഇസ്ലാമി വിളിച്ചില്ല. അപ്പോൾ അതുവരെയും ജമാഅത്ത് ഇസ്ലാമിയെ രഹസ്യമായ ശത്രുതയുണ്ടെങ്കിലും പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു നയം സ്വീകരിച്ചു ആര്? പിണറായി വിജയൻ. അതോടുകൂടി പിണറായി വിരുദ്ധനായി. അതായത് ജമാഅത്ത് ഇസ്ലാമിയെ ഉൾപ്പെടുത്താൻ അവർ തയ്യാറല്ല എന്നുള്ള നിലപാട് വന്നു. മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടും മാറി. കാരണം എന്താ? തങ്ങളെ അംഗീകരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ദേശീയാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ ഒരു നിലപാടിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചു. അത് ശരിയാണ്. പക്ഷേ PDPയുടെ നിലപാട് എന്താ? PDPയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. PDP ആദ്യകാലങ്ങളിലൊക്കെ PDP ഉണ്ടായിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ PDPയെ പിടിച്ചപ്പോൾ, PDP മദനിയെ പിടിച്ചു കൊടുത്ത ഞങ്ങളാണെന്ന് അവകാശപ്പെട്ട ആളാണ് EMS, അല്ല EK നായനാണ്. അത് കഴിഞ്ഞ് PDPയുമായി ഭേദി പങ്കിടുന്ന അവസ്ഥ വന്നു. 2009 പൊന്നാനി ഇലക്ഷൻ നടക്കുമ്പോൾ ഒരേ വേദിയിൽ പിണറായി വിജയനും മദനി ഒരുമിച്ചിരിക്കുന്ന പ്രസംഗം പടക്കണ്ടില്ലേ? അതുപോലെ തന്നെ മദനിയെ ഇപ്പോൾ ഒരു വിചാരണ തടങ്കുകാരനായി വെച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി മോശമായി എന്ന കാര്യത്തിൽ സഹാനുഭൂതിയുണ്ട് നമ്മളെല്ലാം. പക്ഷേ മദനിയുടെ വർഗീയ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ
PDPയുടെ പിന്തുണ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പിൻവലിക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു ഇരട്ടത്താപ്പല്ലേ. അതിൻ്റെ അർത്ഥം എന്നുണ്ടെങ്കിൽ പണ്ടൊരു തമാശ പറയാറുണ്ടല്ലോ, എന്താണ്, തൈലാധികാരങ്ങൾ അശുദ്ധമായാൽ പൗലൂസ് തൊട്ടാൽ ശുദ്ധമാകും. അപ്പോൾ CPM തൊട്ടാൽ വർഗീയ പാർട്ടികൾ, ജമാഅത്ത് ഇസ്ലാമി ആയാലും PDP ആണെങ്കിലും RS ആണെങ്കിലും അവർ ശുദ്ധമാകും. അപ്പോൾ അവരാണ് ശുദ്ധീകരണം നടത്തുന്ന ആളുകൾ എന്നുള്ള ഒരു വിചാരത്തിലാണ് അവർ നിൽക്കുന്നത്. CPM-ന് ഇടയ്ക്ക് ഒരു ഹിന്ദു സംഘടനകളുമായിട്ട് കുറച്ച് അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം അത് അവർ അംഗീകരിക്കുന്നില്ലെങ്കിലും പറയുന്നുണ്ട്. ഇപ്പോൾ MV ഗോവിന്ദൻ്റെ പ്രസ്താവനയിലും RSS-ഉമായിട്ട് ഞങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ട്. അതിന് നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആ ഒരു RSS സംഘപരിവാറുമായിട്ട് LDF-ന് എന്തോ ഒരു വീണ്ടും ഒരു അടുപ്പം തോന്നില്ലേ? തീർച്ചയായിട്ടും ബാലുഭക്തി നമുക്കറിയാമല്ലോ. അതായത് MV ഗോവിന്ദൻ്റെ പ്രസ്താവന നിഷ്കളങ്കമൊന്നുമല്ല. അവരുടെ ദേശീയ തലത്തിൽ അടവ് നയം ഉണ്ടാക്കാൻ ആലോചിക്കുന്നുണ്ട്. അതായത് ബംഗാളിൽ അവരെ മമത അടുപ്പിക്കുന്നില്ല, കോൺഗ്രസുമായി ചേർന്നിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ദേശീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ബംഗാളിലും പലയിടത്തും കുറേ സീറ്റ് കിട്ടണം. കേരളത്തിൽ തിരിച്ചധികാരത്തിൽ വരണം. കേരളത്തിൽ തിരിച്ചധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താ? ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള തീവ്ര നിലപാടെടുക്കുന്നത് ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം എന്താ? അങ്ങനെ പറഞ്ഞാലേ RSS-ൻ്റെ സമയം മാറും. അപ്പോൾ രഹസ്യമായി RSS-മായി ധാരണ ഉണ്ടാക്കി കുറേ സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുത്ത് ബാക്കി തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും അധികാരത്തിൽ മൂന്നാം തവണയും വരിക എന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അവർ നീങ്ങുന്നത്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിശുദ്ധ സഖ്യത്തിൻ്റെ ഒരു സൂചന MV ഗോവിന്ദൻ്റെ ഈ അവസാന ചർച്ച നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമാകുമ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാം. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു വ്യത്യസ്തമാണ് എനിക്കും തോന്നി. കാരണം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു വല്ലാത്ത പ്രഭാവം ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാല് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും കുട്ടികളുടെ അടുത്ത് പോലും ചോദിച്ചാൽ അവർക്കറിയാം. ഒരു പക്ഷേ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക തരം ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ ആയിരുന്നു ഇരു പാർട്ടികളും എല്ലാ പാർട്ടികളും നേടിയിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ എത്രത്തോളം സ്വാധീനിക്കാൻ സാധിക്കും? വർഗീയ കളികൾ പണ്ട് രഹസ്യമായിരുന്നു. വർഗീയതയും രഹസ്യമായിട്ടാണ് ബാലറ്റ് പെട്ടി. ഇപ്പോൾ വർഗീയത സ്ഫോടനാത്മകമായി ബാലറ്റ് പെട്ടിയിലും വരുന്നുണ്ട്. അത് നിലപാടുകൾ തന്നെ പരസ്യമായി വരുന്നു. അതുകൊണ്ട് ഈ വർഗീയ നിലപാടുകൾ തോന്നുമ്പോൾ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇപ്പോൾ വർഗീയ കളികൾ കൊണ്ട് സംശുദ്ധ രാഷ്ട്രീയം ഉണ്ടാവില്ല. വർഗീയ രാഷ്ട്രീയം, ജാതിമത ശക്തികളെ പ്രീണിപ്പിക്കുന്ന വർഗീയ രാഷ്ട്രീയം ആർക്കായാലും ദോഷകരമാണ്. പക്ഷേ ഇപ്പോൾ മൂന്നാമൂടം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി പച്ചയായ വർഗീയ രാഷ്ട്രീയം കളിച്ച് വർഗീയ കളിയിലൂടെ മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു അടവ് നയം ഇപ്പോൾ തന്നെ മൂശയിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ നാക്കുകളിൽ കൂടെ അറിയാതെ തികട്ടി വന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.